ഇനിയോ ഒരാളെ ആക്ഷേപിക്കുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് അയാളുടെ മക്കളെ ആക്ഷേപിക്കൽ, സന്താനങ്ങളെ ആക്ഷേപിക്കൽ, സന്താനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപിക്കൽ, അല്ലെങ്കിൽ അയാൾക്ക് മക്കൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആക്ഷേപിക്കൽ. ഒരാൾക്ക് മക്കളില്ല, എടാ നിനക്ക് മക്കളില്ലാത്തവനാണെന്ന് ആക്ഷേപിക്കൽ, അത് അയാളെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഒരാൾക്ക് പെൺമക്കളേ ഉള്ളൂ, എന്നാൽ എടാ നിനക്ക് ആൺകുട്ടികൾ പിറക്കൂല എന്നയാളെ കളിയാക്കൽ, ആക്ഷേപിക്കലാണ്. ഒരാൾക്ക് ആൺമക്കളേ ഉള്ളൂ, അയാൾക്ക് പെൺകുട്ടികൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് കളിയാക്കൽ, അയാളെ വേദനിപ്പിക്കലാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. അവരെ അല്ലാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഉദാഹരണമുണ്ട്. പക്ഷേ കടക്കാനുള്ള നമുക്ക് സമയത്തിന്റെ പരിമിതി മാത്രമേ ഉള്ളൂ. വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയ വലിയ ഒരാളാണ് ആസ് ബിൻ വാഇൽ എന്ന് പറയുന്നയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തി. അതാ മക്കയിൽ ജീവിക്കുകയാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തുമ്പോൾ അയാൾ ഒരുപാട് ആക്ഷേപങ്ങൾ റസൂലുള്ളാഹിന്റെ മേലെ കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, ഖുർആൻ പറയുകയാണ്, أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അയാളെ വിശദീകരിക്കുകയാണ്. ആസ് ബിൻ വാഇൽ എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഇറങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ആയത്തിറക്കി. പിന്നെയാണ് റസൂലുള്ളാഹിനെ അയാളെ കളിയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം കഅബയിലത്തെ തവാഫ് ചെയ്യുന്നു. വഹുവ യതൂഫു ബിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ തവാഫ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ അവിടെയുണ്ട്. അവരെല്ലാം ഇരുന്നുകൊണ്ട് പറയുകയാണ്, ആ കൂട്ടത്തിൽ ആസ് ബിൻ വാഇലാണ് നേതാവ്. യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഹലുമ്മ ഫൽനഅബ്ദു മാ തഅബ്ദു വതഅബ്ദു മാ നഅബ്ദു ഫനസ്തരികു നഹ്നു വഅൻത ഫിൽ അംർ. അല്ലയോ മുഹമ്മദേ, ഞങ്ങൾ ആരാധിക്കുന്നതിന് നിങ്ങളും കൂടി ആരാധിക്കുക, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ഞങ്ങളും കൂടി ആരാധിക്കാം, അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു പരസ്പര സഹകരണം വരാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കളിയാക്കി. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ അല്ലല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ എന്നെ കിട്ടൂല, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ദൈവമാകുന്ന അഥവാ യഥാർത്ഥ ദൈവമാകുന്ന അല്ലാഹുവിനെ അല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കാൻ ഇറങ്ങേണ്ടതില്ല. ലക്കും ദീനുക്കും, നിങ്ങളുടെ ആദർശം നിങ്ങളുടേതാണ്, വലിയ ദീൻ എന്റെ ദീൻ എന്റെ ദീനാണ് എന്ന് പറഞ്ഞാൽ രണ്ടു ദീനും കൂട്ടിക്കലക്കേണ്ടതല്ല. ഇത് സ്വതന്ത്രമായ ഐഡന്റിറ്റി ഉള്ള തൗഹീദിന്റെ മതമാണ്. നിങ്ങളുടേത് ബഹുദൈവ വിശ്വാസത്തിന്റെ മതമാണ്. ഖുർആൻ ഒറ്റയടിക്കെന്ന് മറുപടി കൊടുത്തു അയാൾക്ക്. ആസ് ബിൻ വാഇലിന്റെയും കക്ഷിക്കും അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. എന്നിട്ടും ഇസ്ലാമിന്റെ വിരോധിക്ക് മതിയായില്ല. അയാള് പിന്നെയും റസൂലുള്ളാഹിനെ കളിയാക്കിക്കൊണ്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻദമാ മാത ബിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിം അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മകനായ ഖാസിം എന്നവരങ്ങ് വഫാത്തായപ്പോൾ അതാ വിളിക്കുന്നു റസൂലുള്ളാഹിനെ കളിയാക്കിയിട്ട്. നബി തങ്ങൾ ഒട്ടകത്തിന്റെ മേലേക്ക് കയറാൻ പോവാണ്. ഖാസിം എന്ന മകനങ്ങ് വഫാത്തായി പോയി. അപ്പോഴാണ് ഈ മുശ്രിക്കിന്റെ നേതാവ് വിളിക്കുകയാണ്, ദഊഹു, ആ ആളെ അങ്ങ് വിട്ടേക്ക്. അഥവാ റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് പറയാണ്, ഹുവ റജുലുൻ അബ്തർ, അവിടുന്ന് വാലറ്റ മനുഷ്യനാണ്, പരമ്പരയില്ലാത്തയാളാണ്. അതാ
മരിച്ചുപോയി. അതുകൊണ്ട് ഇനി പരമ്പര ഉണ്ടാവൂല, പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോൻ വഫാത്തായപ്പോൾ ആസുബിന് വായിൽ എന്ന ധിക്കാരി റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുകയാണ്. അത് റസൂലുള്ളാഹിക്ക് വല്ലാതെ നൊന്തുപോയി. റസൂലുള്ളാഹിന്റെ ഖൽബിനങ്ങ് വേദനിച്ചു പോയി. അല്ലാഹുവിനൊരു രീതിയുണ്ട്, അല്ലാഹുവിന്റെ ഖുർആനിനൊരു ശൈലിയുണ്ട്. എവിടെങ്കിലും റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചാൽ അല്ലാഹു നേരിട്ട് ആക്ഷൻ എടുക്കലാണ്. അതേ സമയത്ത് ആരെങ്കിലും അള്ളാഹിനെ ആക്ഷേപിച്ചാലോ റസൂലുള്ളാഹിനോട് മറുപടി പറയലാണ്. അതാണ് ഖുർആനിന്റെ ശൈലി. അള്ളാഹുവിന് മക്കളുണ്ടെന്നാണ് ജൂത ക്രൈസ്തവരുടെ വിശ്വാസം. അപ്പൊ അള്ളാഹ് നേരിട്ടല്ല മറുപടി, നബിയെ തങ്ങൾ അങ്ങ് പറഞ്ഞേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, തങ്ങൾ അങ്ങ് പറഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ ശൈലി ഏതാണ്? ഖുർആനിന്റെ ശൈലി ഏതാണ്? അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് മക്കളില്ലെന്നങ്ങ് പറഞ്ഞപ്പോൾ, അഥവാ ആൺകുട്ടിയായ ഖാസിം വഫാത്ത എന്ന് പറഞ്ഞപ്പോൾ, ഇനി ആൺമക്കളില്ല, പരമ്പര മുറിഞ്ഞു പോയ ആളാണ്, അനന്തരാവകാശി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോ ഖുർആൻ അയാൾക്ക് മറുപടി പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, തങ്ങൾക്ക് കൗസറിനെ നൽകിയിരിക്കുന്നു നബിയേ. കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം റാസി തഫ്സീറിൽ പറയട്ടെ, അൽ കസീറ മിനൻ നിഅമി ഫമിൻഹാ അൽ കൗസറു. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിൽ ഒരു അനുഗ്രഹമാണ് നാളെ ഹൗദുൽ കൗസർ എന്നത്. റാസി ഇമാം തങ്ങൾ എത്ര മനോഹരമായ വ്യാഖ്യാനമാണ്. സാധുവായ ഞാൻ റാസി മാത്രം വെച്ചുകൊണ്ട് ഈ ആയത്ത്, ഈ സൂറത്തിന്റെ വിശദീകരണം കൊണ്ടോട്ടിയിൽ വെച്ച് നടത്തിയ പ്രസംഗം സിഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നബിയെ തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, അതിലുള്ളതാണ് കൗസർ നബിയേ. കസീറ മിനൻ നിഅമി വമിൻഹാ അൽ കൗസർ. ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകി, അതിലുള്ളതാണ് കൗസർ നബിയേ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ തങ്ങളെ, തങ്ങൾക്ക് പരമ്പരയില്ല, തങ്ങളെ ആക്ഷേപിച്ചു, തങ്ങളെ അധിക്ഷേപിച്ചു, തങ്ങളെ മോശക്കാരനാണെന്ന് പറഞ്ഞു. ആ ആസിബിന് വായിലിനാണ് നബിയെ ഇന്ന ശാനിഅക, തങ്ങളെ മോശം പറഞ്ഞ ആൾക്കാണ്, ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് വാലറ്റവൻ നബിയെ. വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റസൂലുള്ളാഹിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലാഹുവിന്റെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താ? വേറെ വലിയ വലിയ കാര്യമൊന്നുമല്ല പറഞ്ഞേ. ആൺകുട്ടി മരിച്ചു പോയപ്പോൾ ആ പരമ്പരയില്ലാത്ത ആളാണെന്ന് കളിയാക്കി. അപ്പോഴേ ഖുർആൻ അവിടുന്ന് അറ്റാക്ക് ചെയ്തു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരമ്പരയില്ല എന്ന് പറഞ്ഞയാളാണ് മോശക്കാരൻ നബിയെ. അബൂജഹലിന്റെ മോനെങ്ങാണ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയോ? അറിഞ്ഞാൽ തന്നെ പറയാൻ ധൈര്യപ്പെടുമോ? ഞാൻ അബൂജഹലിന്റെ മോനാന്ന് ആരെങ്കിലും പറയൂല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ അവരഭിമാനത്തോടെ ജീവിക്കുന്നവരാണ്, ഇന്നും പരമ്പര മുറിഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളെ മോശം പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരമ്പരയില്ലെന്ന് പറയൽ, അവർ മോശക്കാരാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന തങ്ങന്മാർ, അവർക്ക് പ്രത്യേകതയില്ലെന്നും അവരുടെ മഹത്വം ഇടിച്ചു കാണിക്കുന്നവരും ആണ്. ഖുർആൻ അവരെ കുറിച്ച് എന്ത് പറയും? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ തങ്ങളെ, തങ്ങളെ മോശം പറയുന്നവർ, അവർക്കാണ് പരമ്പരയില്ലാത്തത്, അവർക്ക് അഡ്രസ് ഇല്ലാതായി പോകും. ഇന്ന് നോക്കൂ, എന്റെ വാഹനത്തിൽ ഇവരുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. നാളെ എനിക്കൊരു സ്ഥലത്ത് ഇവർക്ക് മറുപടി ഉള്ളത് കൊണ്ട് ഞാനിത് കരുതി വെച്ചിട്ടുണ്ട്. അതിൽ കാണാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന തങ്ങന്മാർ അവർ കേരളത്തിൽ ലോകത്ത് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവർ കളിയാക്കിയിട്ട് പറഞ്ഞു അദ്വാനിയും അതുപോലെ തന്നെ ഉമാഭാരതിയും അതുപോലുള്ള ആളുകൾ അടക്കം തങ്ങന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം. തങ്ങന്മാർക്ക് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയുന്ന പ്രസംഗം, ശിഹാബ് തങ്ങൾക്ക് പ്രത്യേകതയില്ല എന്ന് പറയുന്ന പ്രസംഗം. അപ്പോൾ അഹ്ലുൽ ബൈത്തിനെ ആദരിക്കണം എന്ന ഇസ്ലാമിക പാഠത്തെ റസൂലുള്ളാഹിന്റെ മക്കളെ മോശപ്പെടുത്തുന്ന ആളുകൾ അറിയുമോ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കാൻ അതിന്റെ ഭാഗമാണ് റസൂലുള്ളാഹിന്റെ മക്കളെ വേദനിപ്പിക്കൽ. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ ചെറുപ്പക്കാരെ? മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ രാജ്യത്തെ ഗവൺമെന്റിന് അനുകൂലമായി ഫത്വ കൊടുക്കാത്തതിന്റെ പേരിൽ മാലിക് ഇമാം തങ്ങളെ പീഡിപ്പിച്ചിട്ട് ഒരു നരുന്ത് പോലെയായി. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന മാലിക് ഇമാം തങ്ങളെ ക്ഷീണിച്ചു പോയപ്പോൾ അന്നത്തെ ആളുകൾ ഇത് ചോദിച്ചു പോയി, ഇത് മാലിക് ഇബ്നു അനസ് തന്നെ ആണോ? അനസിന്റെ മകൻ മാലിക്കാണോ എന്ന് ചോദിച്ചു പോയി. അത്രക്കും ക്ഷീണിച്ചു പോയി മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അപ്പൊ അന്നത്തെ ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഇമാം മാലിക്കേ, നിങ്ങളെ ശിക്ഷിച്ച ആൾക്കെതിരെ നിങ്ങൾ പകരം ചോദിച്ചോളൂ, എനിക്ക് പരാതിയില്ല. എന്റെ രാജ്യത്തെ ഗവർണർ, മദീനയിലെ ഗവർണറല്ലേ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്? എന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്രതികാരമെടുക്കണം. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നിയമപ്രകാരം എനിക്ക് പ്രതികാരമെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ മദീനയിലെ ഗവർണർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടൊരു ബന്ധമുണ്ട് കേട്ടോ. നാളെ എങ്ങാനും പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നോട് ചോദിക്കുകയാണ്, ഓ മാലിക്കേ, എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി തെറ്റായി സമീപിച്ചതിന്റെ പേരിൽ നിങ്ങൾ പ്രതികാരം ചെയ്തല്ലോ മാലിക്കേ എന്ന് അള്ളാന്റെ കോടതിയിൽ വെച്ച് അള്ളാന്റെ റസൂലൊന്ന് ചോദിച്ചു പോയാൽ ഈ മാലിക്കിന് മറുപടി പറയാനില്ല. അതുകൊണ്ട് ഞാൻ അയാളോട് പ്രതികാരമെടുക്കുന്നില്ല. ആരാണ് പറയുന്നതെന്നറിയുമോ? ഇമാമു ദാരിൽ ഹിജ്റ വ ഇമാമുൽ മദീന, മദീനയിലെ 40 കൊല്ലത്തെ മുദർരിസായിരുന്ന ശാഫിഈ ഇമാം തങ്ങളുടെ ഉസ്താദായ ഇമാം മാലിക് ഇബ്നു അനസാണ് കേട്ടോ. ഞാൻ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങളെ കുറിച്ച് പ്രസംഗിച്ച 2 മണിക്കൂർ CD ഉണ്ട്. അതിൽ വിശദമായി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ചും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം ഒരു 10-12ഓളം മണിക്കൂർ CD-കളുണ്ട്. അതുപോലെ ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് 4 മണിക്കൂർ പ്രസംഗമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് 4 മണിക്കൂർ പ്രസംഗമുണ്ട്. അതിലെല്ലാം വിശദമായി ഇമാമിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേക്കും കടക്കാൻ ഇവിടെ സാവധാനമില്ല കൂട്ടുകാരെ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ മോനാണ്, ആ കുടുംബവുമായി ഒരു ബന്ധമുണ്ടെന്ന ഒരൊറ്റ കാരണത്താൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച ചെയ്യുകയാണ്. വലിയ ശിക്ഷ അനുഭവിച്ചിട്ടും പ്രതികാരമെടുക്കുന്നില്ല. ഞാൻ നിങ്ങളോടൊരു പ്രത്യഭിവാദ്യവും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളോട് പ്രത്യേകിച്ചൊരു അനുകൂല്യവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ,
എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ വേറെയൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ മക്കൾ തങ്ങന്മാർക്ക് ബഹുമാനമില്ല, തങ്ങന്മാരെ പരിഗണിക്കേണ്ടതില്ല. ഇവിടുത്തെ മുസ്ലിമീങ്ങളും തങ്ങന്മാരാണ്, നമ്മളെല്ലാം ആദം നബിയുടെ മക്കളാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹസനും ഹുസൈനും സയ്യിദാ ശബാബിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. അവരെ രണ്ടുപേരെയും ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടവരാണ്. അവരെ രണ്ടുപേരോട് ആരെങ്കിലും ദേഷ്യം വെച്ചാൽ അവരെന്റെ ദേഷ്യത്തിന് വിധേയരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്ര കിതാബുകൾ കാണാം, അൽ മസ്റഹുർ റബീൽ ഉണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിന്റെ ബഹുമാനം പറയുന്ന 100 കണക്കിന് ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ കളിയാക്കൽ. നമ്മളിലെ നമ്മുടെ മക്കൾ കുരുത്തക്കേട് കാണിച്ചു, തെരുവിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു 2 അടിയും കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ എന്റെ മകൻ കുറ്റം ചെയ്തെന്നറിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്റെ മകൻ എങ്ങനെയെങ്കിലും ചുക്ക ജീവിക്കും, നിങ്ങൾ അടിക്കാൻ നിങ്ങൾ ആരാ? സ്നേഹമുള്ള വാപ്പ ചോദിക്കും, നിങ്ങൾ കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾ ആരാ? ഞാനിവിടെ ജീവിച്ചിരിക്കില്ലേ? എന്റെ മകനെ നോക്കാൻ എനിക്കറിയാം. അപ്പോ കുറ്റം കാണിച്ച് പിടിച്ചുകൊണ്ടൊക്കെ വന്നാൽ മെല്ലെ നമ്മൾ അവരോട് അനുതാപം കാണിക്കും. അതിന് വിട്ടുപോയാൽ സ്നേഹമുള്ള വാപ്പയ്ക്ക് സഹിക്കില്ല. വാപ്പ ചോദിക്കും, എന്റെ മകൻ എങ്ങനെയെങ്കിലും ജീവിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ മോനെ തൊടാൻ ആരാ? നിങ്ങൾ നിങ്ങളുടെ മോനെ പോയി ശരിയാക്കി എന്നൊക്കെ നമ്മൾ മഹബത്ത് കൊണ്ട് പറയും. എന്നാൽ മക്കളാകുന്ന അഹ്ലുൽ ബൈത്തിനെ അവരുടെ അഡ്രസ് ചോദ്യം ചെയ്യാനും അവരെ ചീത്ത പറയാനും ഇറങ്ങിയാൽ, ശിഹാബ് തങ്ങൾ ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണെന്ന് പ്രസംഗിച്ചില്ലേ? അവരവരുടെ ഡോക്യുമെന്ററികളിൽ ഇറക്കിയില്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ വേദനിപ്പിച്ചു പോയാൽ അത് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കലാണ്. വേദനിപ്പിക്കല്ലേ മോനെ. അല്ലാഹ് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ആസുബിന് വായിലേക്ക് വരാം. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിച്ചു പോയി. ആൺമക്കളെല്ലാം മരിച്ചല്ലോ, ഇനി പരമ്പരയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞങ്ങ് വേദനിച്ചപ്പോൾ وضاق صدر رسول الله صلى الله عليه وسلم به وبمن معه من المستهزئين فشكاهم إلى ربه ومولاه سبحانه وتعالى. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബങ്ങ് നൊന്തപ്പോ കളിയാക്കുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്ന ആളുകൾ, ഇവിടുത്തെ ബിദഈ കക്ഷികൾ മുഴുവനും പറഞ്ഞില്ലേ, ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിക്ക് കരയിൽ നിൽക്കുന്നവരെ അറിയുമെങ്കിൽ ഓ അബൂബക്കറെ അങ്ങ് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞാ പോലെ എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടി വരുമ്പോ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാം. ഇന്നു ഞാൻ ആ ലക്ഷ്യത്തോടെ ഇവിടെ വന്നതല്ല. ചുരുക്കി പറയാം, അങ്ങനെ അങ്ങ് കളിയാക്കിയപ്പോ റസൂലുള്ളാഹിന്റെ ഖൽബങ്ങ് വേദനിച്ചു പോയി. فأنزل الله جبريل عليه السلام برسول من لدنه تبارك وتعالى لنبيه ورسوله صلى الله عليه وسلم. അപ്പൊ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി. وجاء جبريل إلى رسول الله صلى الله عليه وسلم وهم يطوفون بالبيت فقام وقام رسول الله صلى الله عليه وسلم إلى جنبه فمر به العاص بن وائل فأشار إلى أخمص رجله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം നിൽക്കുമ്പോ ഈ ചങ്ങാതിമാര് കഅബാലയത്തിന്റെ ചുറ്റുമുണ്ട്. കുഫാറുകൾ കൂട്ടത്തിൽ ആസ് ബിൻ വായിലുമുണ്ട്. നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ, ഇതാണ് കക്ഷി, എന്നെ കളിയാക്കുന്ന ആൾ ഇതാണ്, എന്നെ മോശപ്പെടുത്തുന്ന ആസ് ബിൻ വായിൽ ഇതാണ് കക്ഷി കേട്ടോ, കൈകാര്യം ചെയ്തോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അങ്ങ് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് ഒരു നോട്ടമാണ്. ലേസർ അറ്റാക്കാണ് നടത്തുന്നത്, അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉള്ള സമരമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ നോട്ടമാണ്.
ആ നോക്കിയ സ്ഥലമോ ഫഖറജ അലാ ഹിമാരിൻ ലഹു യുരീദു ത്വായിഫ്. അയാള് ത്വായിഫിലേക്ക് ഇങ്ങനെ വാഹനം കയറി പോവാണ്. അയാള് അതാ വാഹനത്തിന്റെ മുകളിൽ നിന്ന് വീഴുന്നു. കാലിൽ ഒരു വലിയ മുള്ളു പതിക്കുന്നു. ആ മുള്ളു കാരണമായി ജിബ്രീൽ അലൈഹിസ്സലാം നോക്കിയ സ്ഥലത്ത് കാല് കേടുവന്നിട്ട് ചത്തുപോയി. അള്ളാന്റെ റസൂലിനെ പാരമ്പര്യം ചോദ്യം ചെയ്തു പോയി. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച ആൾക്കുള്ള അറ്റാക്കാണ്. ഈ കിതാബ് മുഴുവൻ ഇതുപോലെ ആക്ഷേപിച്ചവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ പറയാൻ വന്ന കിതാബാണ്. വിശദമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. പല സ്ഥലങ്ങളിലും ഈ വിഷയങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിന്റെ നാടാകുന്ന മദീനെ, ഓ മദീന ഭയങ്കര മോശമായ നാടാണെന്ന് ഒരാള് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്ക് സഹിക്കില്ല മോനെ. കാരണം റസൂലുള്ളാഹിക്ക് അഭയം നൽകിയ നാടാണ് മദീന. മദീനയെ മോശം പറയാൻ പാടില്ല, മദീനയെ ചീത്ത പറയാൻ പാടില്ല. ഇതൊന്നും ഞാൻ തെളിവില്ലാതെ ഒരൊറ്റ വാക്കും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇമാമിങ്ങളുടെ കിതാബിൽ പറയാത്തൊരൊറ്റ വിഷയവും ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പത്രം വായിച്ചു പറഞ്ഞതല്ല, ഏതെങ്കിലും കഥ കേട്ട് പറഞ്ഞതല്ല. ഇമാമിങ്ങളെ കിതാബ് ഉസ്താദുമാര് പറഞ്ഞു തന്നത് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കണ്ടില്ലേ, മദീനത്തെ മണ്ണ് ചളിമണ്ണാണെന്നൊരാള് കളിയാക്കി പറഞ്ഞാൽ അയാളെ പിടിച്ചുകൊണ്ട് വരണം, 300 അടി കൊടുത്ത് ജയിലിലടക്കണമെന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. അൽ ഹുബ്ബുൽ മുതവാലിദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്രാഹിം ഖാതിറുൽ അസ്സാമി അതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, ആ മദീനയിലെ മണ്ണിനെ ഒരാൾ മോശം പറഞ്ഞൂടാ. നമ്മുടെ വീട്ടിലേക്ക് വന്ന് ചെറിയ കുടിലാണെങ്കിലും ഒരാൾ പറയാം, ഇതെന്താ ഈ കാലത്ത് ഈ ഓല ചെറ്റക്കുടിൽ ഞങ്ങൾ താമസിക്കുന്നത് എന്നൊരാളോട് ചോദിച്ചാൽ ആ വീട്ടുകാരന്റെ മനസ്സുണവും, എന്റെ വീട് ചെറുതായി പോയണ്ടല്ലേ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് നൊന്തുപോകും. ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പാവപ്പെട്ട പ്രവർത്തകർ ഭക്ഷണത്തിന് കൊണ്ടുപോകും. ചിലപ്പോ നമ്മൾ സമയമില്ലാത്തത് കൊണ്ട് പറയും ഇപ്പൊ സമയമില്ല, ഇൻഷാ അല്ലാഹ് പിന്നെ വരാം. അവ ചില ചെറിയ കുടിലിൽ താമസിക്കുന്ന പ്രവർത്തകർ അവർ ചോദിക്കും, ഉസ്താദേ എന്റെ ചെറിയ വീടായോണ്ടാണോ നിങ്ങൾ കയറാത്തത് എന്ന് ചിലപ്പോ നോക്കുമ്പോ നമുക്ക് നൊന്തുപോകും. ഇയാളെ മനസ്സ് വേദനിച്ചു പോയോ? സമയമില്ലെങ്കിൽ അവിടെ കയറണം. കാരണം അയാളുടെ വീട് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. ഈ ചെറിയ വീട്ടിൽ ഞാൻ താമസിക്കില്ലെന്ന് പറയാൻ പാടില്ല. അള്ളാഹു അയാൾക്ക് കൊടുത്ത റിസ്ഖിനനുസരിച്ച് അയാൾ വീടുണ്ടാക്കി. അയാൾ ആ വീട്ടിലേക്കല്ലേ വിളിക്കാൻ പറ്റൂ? ആരുടെയെങ്കിലും വീട്ടിലേക്ക് അയാൾക്ക് വിളിക്കാൻ പറ്റൂല. അപ്പോൾ നാം അത് ഉൾക്കൊള്ളണം. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് വീടാ, AC ഇല്ലാത്ത വീട്, മറ്റേതില്ലാത്ത വീട്, കറണ്ട് ഇല്ലാത്ത വീട്, കോൺക്രീറ്റ് ഇല്ലാത്ത വീട്, അങ്ങനെ ചെറുതായി നിങ്ങളുടെ മനസ്സിൽ കാണാനോ അയാളെ വേദനിപ്പിക്കാനോ പാടില്ല. ഇതുപോലെയല്ലേ ഇതിനേക്കാൾ ഗൗരവമാണ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. മദീനക്കാരെ കുറ്റം പറയാൻ പാടില്ല. ഇന്ന് നമ്മളൊരു കടയിൽ ചെന്ന് സാധനം വാങ്ങി, ഒരു പക്ഷേ കടക്കാരൻ നമ്മളെ പറ്റിച്ചെന്ന് വെക്കുക, അടുത്ത കടയിൽ ചെന്നപ്പോ സാധനം വാങ്ങി അയാളും പറ്റിച്ചെന്ന് വെക്കുക. മദീനയിൽ നിന്നാണ് സംഭവമെന്നും വിചാരിക്കുക. മദീനത്തെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ പറ്റൂല, എല്ലാ പറ്റിപ്പുകാരാണ് എന്ന് നീ പറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അത് മദീനയിൽ കിടക്കുന്ന രാജാവിന് പൊരുത്തപ്പെടൂല, മദീനയിൽ കിടക്കുന്ന നേതാവിന് ഇഷ്ടപ്പെടൂല. മോനെ, ഒരുപക്ഷേ ഒരു കച്ചവടക്കാരൻ നിന്നോട് തെറ്റായി സമീപിച്ചെങ്കിലും, ഒരുപക്ഷേ ഒരു കച്ചവടക്കാരൻ നിന്നെ കേടായ സാധനം തന്നെ പറ്റിച്ചെങ്കിലും, നമ്മുടെ കരളിന്റെ കരളായ റസൂലുള്ളാഹിനെ അവര് പരവതാനി വിരിച്ചു സ്വീകരിച്ചില്ലേ? റസൂലുള്ളാഹിക്ക് വേദനയുള്ള സമയത്ത് മക്കയാകുന്ന ജന്മനാട്ടിൽ താമസിക്കാൻ പറ്റാതെ മദീനയിലേക്ക് ചെന്നപ്പോ റസൂലുള്ളാഹിനെ സ്വീകരിച്ചവർ ഇനി നമ്മളോട് എന്ത് ധിക്കാരം ചെയ്താലും അവര് നല്ല നാട്ടുകാര് തന്നെ.
അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള വീടാണ്. അതുകൊണ്ട് ആരും മദീനക്കാരോട് ചൂടായിക്കൂടാ, മദീനക്കാരോട് ദേഷ്യം വെച്ചുകൂടാ. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടവരാണ് മദീനക്കാർ. ഇനി ഇന്നത്തെ ഒരു മദീനക്കാരൻ എന്നോടോ നിന്നോടോ തെറ്റായി സമീപിച്ചു പോയെങ്കിലും നമ്മൾ ക്ഷമിക്കണം. എന്നോടുള്ളത് ഞാൻ ക്ഷമിച്ചു. എന്റെ എല്ലാമായ റസൂലുള്ളാഹിനെ ഇദ്ദേഹത്തിന്റെ വല്യപ്പടക്കമുള്ള അൻസാറുകൾ സ്വീകരിച്ചില്ലോ, അതുകൊണ്ട് എനിക്കെല്ലാം ചെലവായാലും നഷ്ടമില്ല. അതാണ് മഹബ്ബത്ത്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതും ഞാൻ എന്റെ വകയല്ല. വഫാഉൽ വഫ നോക്കൂ, ഇമാം ശംഖീത്തിയുടെ ഗ്രന്ഥം നോക്കൂ, താരീഖു മദീന നോക്കൂ, താരീഖുൽ മസ്ജിദ് നബവി ശരീഫ് നോക്കൂ, സുബുലുൽ ഹുദാ വർ റഷാദ് നോക്കൂ. എത്ര ഗ്രന്ഥം, 10,000 കണക്കിന് ഗ്രന്ഥത്തിലുണ്ട്. വെറുതെ പറഞ്ഞതല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ മദീനയെ കുറ്റം പറഞ്ഞാൽ അള്ളാന്റെ ഹബീബിന് പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ? മദീനയിൽ ചിലപ്പോ നല്ല തണുത്ത കാലാവസ്ഥയിൽ നിങ്ങളുടെ ചുണ്ടും കാലുമൊക്കെ പൊട്ടിയേക്കാം. നിങ്ങൾ മദീനയിലെ കാലാവസ്ഥയെ മോശം പറയരുത്. അള്ളാന്റെ ഹബീബ് കിടക്കുന്ന നാടിനെ കുറ്റം പറയരുത്. അവിടുത്തെ വിഭവങ്ങളെ കുറ്റം പറയരുത്. അതാണ് മോനെ മഹബ്ബത്ത് എന്ന് പറയുന്നത്. ആ റസൂലുള്ളാഹിന്റെ നാട്ടിലുള്ള എല്ലാം സഹിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട്, കാരണം മക്കക്കാരായ സ്വഹാബത്ത് മുഴുവനും വന്നപ്പോ അവർക്ക് മുഴുവൻ പങ്കുവെച്ചു കൊടുത്തിട്ട് സ്നേഹിച്ചവരാണ്. മക്കയുടെ ചിത്രമല്ല കേട്ടോ മദീനയിൽ. റമളാൻ മാസത്തിൽ മക്കയിൽ ചെല്ലുന്നതിനേക്കാൾ എത്ര അരങ്ങാണ് മദീനയിൽ ചെന്നാൽ. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മദീനയുടെ പരിധിയിൽ മസ്ജിദുൻ നബവിയുടെ ആ ഗ്രൗണ്ടിൽ എവിടെങ്കിലും ഒന്ന് നിന്നാൽ അതാ ഒരുപാട് മക്കൾ വന്ന് കയ്യിലങ്ങ് വീഴും. കയ്യിൽ വീണിട്ട് നമ്മളെ പിടിച്ചെങ്ങനെ കൊണ്ടുപോകും. അപ്പോഴാണ് ഓർക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അൻസാരികളുടെ പേരക്കുട്ടികൾ വന്ന് നമ്മുടെ കൈ പിടിച്ചിങ്ങനെ കൊണ്ടു നടക്കും. എന്തിനാണ് അവര് കൊണ്ടുപോകുന്നത്? അവരുടെ വാപ്പ ഒരുക്കി വെച്ചിട്ടുള്ള, അവരുടെ വാപ്പ തയ്യാറാക്കിയ ഒരു സുപ്ര പള്ളിയുടെ ഏതോ ഒരു മൂലയിലുണ്ടാകും. നമ്മളങ്ങ് കൂടെ നടന്നേക്ക് റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെ പിടിച്ചുകൊണ്ടുപോയി അവരൊരുക്കിയ സുപ്രയിൽ ഇരുത്തിയിട്ട് നമുക്ക് നോമ്പ് തുറക്കി സൽക്കരിക്കാനാണ്. മദീനത്തെ ചെറിയ മക്കളിറങ്ങിയിട്ട് റമദാൻ മാസത്തിൽ നമ്മുടെ കൈ പിടിച്ചു കൊണ്ടുപോയി. ഇന്നും റമദാനിൽ മദീനയിൽ ചെന്നാൽ അതാണ് ചിത്രം. അതവരുടെ പാരമ്പര്യമാണ്. അതുപോലെ എത്ര നല്ല പാരമ്പര്യമുള്ള മക്കളാണ് അവർ. രാത്രിയിൽ ഉഹദിലേക്ക് ചെല്ലുമ്പോ അവിടെ കാണും ചെറിയ മക്കൾ. അവര് വന്നിട്ട് നമ്മളെ അങ്ങ് സ്വീകരിക്കും. ഒരിക്കൽ ഞങ്ങളൊരു സംഘം രാത്രി 1 മണിക്ക് ഉഹദിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് കുറെ അൻസാരി മക്കൾ. അവര് വന്നിട്ട് പറഞ്ഞു, വരൂ, നിങ്ങൾ സലാം പറയൂ. അസ്സലാമു അലൈക്കും ദാറഖൗമിൻ മുഅ്മിനീൻ. ആ കുട്ടികൾ സലാം പറഞ്ഞതുപോലെ ഞങ്ങളും സലാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഹംദത്തുൽ കറാർ തങ്ങൾക്ക് സലാം, അവിടെ കിടക്കുന്ന സ്വഹാബത്തിനു സലാം. ആ മക്കള് പരിചയപ്പെടുത്തി തരികയാണ്. ഖബർ സിയാറത്തിന് വേണ്ടി നമ്മളെ നയിക്കുന്ന മക്കളാണവർ. എന്നിട്ട് അവര് ചിലപ്പോ ഒരു റിയാലെന്ന് ചോദിക്കും. സന്തോഷം തോന്നി 1 അല്ല 10 കൊടുത്താലും സന്തോഷമാണ്. അവർ അൻസാരി മക്കളാണ്. അവർ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്താൻ നിൽക്കുന്നവരാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങളെ പരിചയപ്പെടുത്താൻ നിൽക്കുന്നവരാണ്. കണ്ടില്ലേ, ഇന്നും മദീനയിൽ ചെന്നാൽ അതാണ് രംഗം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മദീനയെ കുറ്റം പറയുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? തസവ്വുർ മേ മദീനെ की जहां तस्वीर बनती है वहीं पे जिंदगी की हर अदा तनवीर बनती है. മനസ്സിലേക്ക് മദീന വന്നാൽ മനസ്സ് മുഴുവനും പ്രകാശപൂരിതമായി. മദീനയിലെ മണ്ണും മനസ്സും പ്രണയത്തിൻ്റെതാണ്. മദീനയിലെ വിശേഷങ്ങൾ സ്നേഹഭാജനത്തിന്റെ വിശേഷങ്ങളാണ്.
മദീനയിലെ രാജാവിന്റെ വർത്തമാനങ്ങൾ ഹൃദയഹാരിയായ വർത്തമാനങ്ങളാണ്. മദീനയിലെ അന്തരീക്ഷം അനുരാഗത്തിന്റെ വിലാസങ്ങളാണ്. മദീനയിലെ പ്രഭാവം പ്രണയത്തിന്റെ വിലാസങ്ങളാണ്. മദീനയുടെ മണ്ണും മനസ്സും എപ്പോഴെങ്കിലും പോയാൽ രാവിലെ അടിച്ചു വീശുന്ന ഇളം കാറ്റേ, സലാം എന്റെ റസൂലുള്ളാഹിന്റെ മദീനയിൽ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതാണ് അനുരാഗിയുടെ ആത്മാവ്, അതാണ് സ്നേഹിയുടെ ഹൃദയം. വരാം. അപ്പോൾ റസൂലുള്ളാഹിന്റെ മദീനയെ കുറ്റം പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് വേദനിക്കും. ഇവൻ ആരാടാ എന്റെ നാട്ടിൽ വന്ന് എന്റെ വീടിനെ മോശം പറയാൻ? റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടില്ല മോനെ. ഇതുപോലെ നബിതങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടായിക്കൂടാ. റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് റസൂലുള്ളാഹിന്റെ ആഹാറുകളെ, ശേഷിപ്പുകളെ കുറ്റം പറയൽ. റസൂലുള്ളാഹിനെ വേദനിപ്പിക്കലാണ്. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹിന്റെ ഒരു കേശത്തെ മോശം പറഞ്ഞാൽ അത് ഹബീബിന് ഇഷ്ടമല്ല. അതിരു കടന്നു പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇമാം റാസി രേഖപ്പെടുത്തിയില്ലേ? റസൂലുള്ളാഹിന്റെ ഒരു കേശത്തെ അങ്ങ് മോശം പറഞ്ഞാൽ, ഹബീബിന്റെ തിരുശരീരത്തിലെ ഭാഗത്തെ മോശം പറഞ്ഞാൽ അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനിഷ്ടത്തിന് കാരണക്കാരനായി പോകും. കാരണം റസൂലുള്ളാഹിന്റെ മുടി കൊണ്ട് ബറക്കത്തെടുക്കണമെന്ന് പറഞ്ഞതാരാണ്? അത് അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. സ്വഹാബത്തിനോട് പറയാണ്, എന്റെ ഈ തലയിൽ നിന്നതാ മുണ്ടനം ചെയ്തെടുക്കുന്ന മുടികൾ അത് ഭൂമിയിൽ വീണിട്ട് ജനങ്ങൾക്ക് കൊണ്ട് അവിടുന്ന് കുഴിച്ചു മൂടാനുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ഒരു മുടി പോലും നിലത്ത് വീണില്ല. അത് മുഴുവനും സ്വഹാബത്തിന്റെ കയ്യിലാണ്. അവരേറ്റെടുത്തു പോയി. അത് ബഹുമാനമാണ്. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. മുടി കൊണ്ട് ബറക്കത്തെടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. സ്വഹാബത്ത് അതെടുത്തു. ആരൊക്കെയാണ് എടുത്തത്? ചില്ലറക്കാരല്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു, തങ്ങളെ എന്റെ വീട്ടിലോട്ട് വാ, അവിടെ നല്ല സൗകര്യമുണ്ട്, നല്ല കുളമുണ്ട്, നല്ല നാലുകെട്ടുണ്ട്, കിടക്കാൻ നല്ല റൂമുണ്ട്. സുബുലുൽ ഹുദ നോക്കൂ, ഇബ്നു ഹിശാം നോക്കൂ, എത്ര ഗ്രന്ഥങ്ങളിലാണ് കാണാവുന്നത്. എല്ലാ സൗകര്യമുണ്ട്. ഇങ്ങോട്ട് വരണം നബിയെ, എന്റെ വീട്ടിൽ വരണം നബിയെ. അപ്പ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ മഅമൂറ, എന്റെ ഒട്ടകത്തിനറിയാം എവിടാ വീട് പോയി താമസിക്കേണ്ടത്, എവിടാണ് മുട്ടുകുത്തുന്നത്. അങ്ങനെ ഒട്ടകം പോയി ഒരു സ്ഥലത്ത് മുട്ടുകുത്തി. ആ മുട്ടുകുത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ ചോദ്യം, ഈ ഞാൻ ഈ നിൽക്കുന്നതിനോട് ഏറ്റവും അടുത്ത വാതിൽ ആരതാ? ആരുടെ വീടാ തൊട്ടടുത്തുള്ളത്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വീട് എന്റെ ജനലുമാണ് നബിയേ, എന്റെ വാതിലാണ് ഏറ്റവും അടുത്തത് നബിയേ. സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. ആ വീട് ആരുടേതാ? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ഒട്ടകത്തിന് അല്ലാഹു കൽപ്പന കൊടുത്തു, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീടിന്റെ അടുക്ക പോയി ലാൻഡ് ചെയ്യാൻ. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അവിടുത്തെ ഒരു രോമം എന്റെ കയ്യിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സൂക്ഷിച്ചു വെച്ചോ, അത് രക്ഷയ്ക്കുള്ള സാധനമാണ്, അത് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന സാധനമാണ്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിനോട് എത്ര ഇഷ്ടപ്പെട്ട, എത്ര സ്നേഹമുള്ള ആളാ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. വളരെയധികം മതമുള്ളയാൾ. എത്ര വലിയ ബഹുമാനം എന്നറിയോ? വീട്ടിന് രണ്ട് തട്ടാണ്. മുൻകാല അമ്പിയാക്കന്മാരുടെ അനുയായികൾ പണിത് കാത്തുവച്ചിരുന്ന വീടാണെന്ന് ചരിത്രം പറയുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുടെ ഔദാര്യമൊന്നും വേണ്ട, റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വെച്ചിരുന്ന വീട്. ആ വീട് അനന്തരമായി അബൂ അയ്യൂബ് തങ്ങളുടെ വീട്ടിൽ തങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയപ്പെട്ട അബൂ അയ്യൂബ്, ഞാൻ താഴത്തെ നിലയിൽ താമസിച്ചോളാം. ഈത്തപ്പനയുടെ മടലും അതിന്റെ മരവും ഒക്കെ കീറിയിട്ട് വെച്ച് തട്ടുണ്ടാക്കിയിട്ട് അതിന് മേലെയോ ആളുകൾ താമസിക്കും.
ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ കാണാം. അൽ-ഹസയിലെ പഴയ വീടുകളിൽ ചെന്നാൽ ഇപ്പോഴും താഴത്തെ നില നോക്കുമ്പോ ഈ തപ്പനെ കീറി ഇങ്ങനെ അട്ടിയിട്ടിരിക്കുന്നത് കാണാം. തട്ടുണ്ടാക്കി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, മരം കൊണ്ട് തട്ടുണ്ടാക്കിയിട്ട് മേലെ താമസിച്ച ആളുകളുണ്ട്, പല സ്ഥലത്തും വീടുകളുണ്ട്. അതുപോലെ അന്നുകൊണ്ട് ചളി പൂശി. ഇപ്പോഴും യമനിൽ ചെന്നാൽ അവിടെ കാണാം പുല്ലും മണ്ണും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടാക്കിയ കട്ട കൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. യമനിൽ എത്രയോ വലിയ വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുല്ലും മണ്ണും കൂടി അരച്ച് കലക്കിയിട്ട് അതുകൊണ്ട് കല്ലുണ്ടാക്കി കട്ടയുണ്ടാക്കി അതുകൊണ്ട് ബഹുനില കെട്ടിടങ്ങൾ. കഴിഞ്ഞ ശവ്വാലിൽ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഒരു സംഘം യമനിലാണ്. അവിടെ കാണാം മഹാന്മാരായ ഇമാമുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ മഖബറകൾ കെട്ടി ഉയർത്തിയിട്ട് ഉറൂസ് നടക്കുന്ന സ്ഥലമാണ് യമൻ. ഞാൻ വിശദമായി കടക്കുന്നില്ല. അപ്പോൾ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ തങ്ങൾ മേലെ താമസിക്കണം. പറഞ്ഞു, മോനെ അബൂ അയ്യൂബ്, എന്നെ കാണാൻ ഒരുപാട് ആളുകളൊക്കെ വരും. അപ്പൊ എപ്പോഴും മേലെ കയറി വരാൻ പ്രയാസമാണ്, താഴേക്ക് ഇറങ്ങി വരാനും പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ താഴെ താമസിച്ചുകൊള്ളാം. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മേലെ താമസിച്ചു, ഭാര്യയും. രാത്രി അറിയാതെ വെള്ളത്തിന്റെ പാത്രം തട്ടിക്കമിഴ്ന്നു പോയി. അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു വിറക്കാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളമെങ്ങാനും റസൂലുള്ളാഹിന്റെ മേലെ വീണുപോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഉള്ള വിരിപ്പും പുതപ്പും എല്ലാം എടുത്ത് ആ വെള്ളം ഒപ്പി നേരം വെളുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയേ തങ്ങള് താഴെ കിടക്കുമ്പോ മേലെ നിൽക്കാൻ അറപ്പുണ്ട്, അതാ വിറച്ചു പോവുകയാണ് നബിയേ. തങ്ങള് താഴെ നിൽക്കുമ്പോ മേലെ നിൽക്കാൻ കഴിയില്ല നബിയേ. അത്രയും വലിയ ബഹുമാനമാണ് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ഭക്ഷണം കൊണ്ടുവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അബൂ അയ്യൂബ് തങ്ങൾ ബാക്കിയുള്ള പാത്രം എടുത്തു കൊണ്ടുവന്ന് നബി തങ്ങളുടെ കൈ തട്ടിയ ഭാഗത്ത് നിന്ന് കഴിക്കാനാണ് തിരക്ക് കൂടുന്നത്. അത്രയും വലിയ സ്നേഹമുള്ള ബഹുമാനമുള്ള അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ആദരണീയരായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആ മഹാനാണ് പറയുന്നത്, എന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു രോമമുണ്ട്. അല്ലയോ അബൂ അയ്യൂബേ, നിനക്ക് സംരക്ഷണമാണ്, വെച്ചോ. ഇനി റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ച മറ്റൊരാളാരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഈ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? ഖദംതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാതിൻ മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽത. 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തു. ഒരൊറ്റ തവണ പോലും ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് എന്തേ അനസേ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ലെന്ന് കൂടി വായിക്കണം. അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമേന്മയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയാണ്. രണ്ടു നിലക്കും വായിക്കാവുന്നതാണ്. ഒരു ദിവസം എന്നെ ഒരാവശ്യത്തിന് വിട്ടപ്പോ ഞാൻ കളിക്കളം കണ്ടവിടെ നിന്നുപോയി. അപ്പോഴാണ് പിന്നാലെ വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ എന്റെ മുതുകിൽ തട്ടിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ജീവിതവും നിവേദനങ്ങളും ഏകദേശം 800ഓളം പേജുള്ളൊരു ഗ്രന്ഥമുണ്ട്. അതാ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഫാത്തായ ശേഷം പലരും ചോദിച്ചു, അനസേ എന്താ നിങ്ങൾ ഈ കൂടെ ജീവിച്ച റസൂലുള്ളാഹി വഫാത്തായപ്പോ സാധാരണ കാണേണ്ടതുപോലെയുള്ള വലിയ ദുഃഖമൊന്നും കാണുന്നില്ലല്ലോ അനസേ? അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റൊന്നുമല്ല, എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ രാത്രിയിലും ഞാൻ എന്റെ റസൂലുള്ളാഹിനെ കാണാറുണ്ട്, പിന്നെ എനിക്കെന്താ വിഷമം? അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു രോമമുണ്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? എന്തെങ്കിലും രോഗം വന്നാൽ ആ രോമം എടുത്തിട്ട് വായിൽ
ആ രോമം തട്ടിയ തുപ്പുനീര് ഇറക്കുമ്പോൾ രോഗശമനമുണ്ടാകും. ആ രോമം എടുത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ എന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു കൊച്ചു വടിയുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടിയുമുണ്ട്, ഇത് രണ്ടും എന്റെ ജനാസയോട് ചേർത്ത് വെക്കണേ. ഇത് രണ്ടും ഞാൻ മരിച്ചാൽ എന്റെ ജനാസയോട് ചേർത്ത് വെക്കണം, റസൂലുള്ളാഹിന്റെ കൊച്ചുവടിയും അവിടുത്തെ തിരുശരീരത്തിലെ മുടിയും. ആരാ പറയണത്? 10 കൊല്ലം സേവനം ചെയ്ത് തൗഹീദ് പഠിച്ച, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു തെറ്റിപ്പോയോ? ഇല്ല. ആ അബൂ അയ്യൂബ് തങ്ങൾക്ക് തെറ്റിപ്പോയോ? ഇല്ല. അവര് മുഴുവനും ബറക്കത്തെടുത്ത് ജീവിച്ചവരാണ്. പിന്നൊരിക്കൽ ബഹുമാനപ്പെട്ടവര് പറയാണ്, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്നിട്ട് പറയും, നബിയേ എന്നെ അറിയുമോ? അന ഖുവൈദിമുക ഉനൈസ് യാ റസൂലല്ലാഹ്. തങ്ങളെ തങ്ങൾക്ക് സേവനം ചെയ്ത കുഞ്ഞനസ് മോനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നാളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ ഓടിച്ചെല്ലുമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ? അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ഒരു കേശം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്നറിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന മാനദണ്ഡം വിശ്വാസയോഗ്യരായ മുസ്ലിമീങ്ങൾ പറയലാണ്. അപ്പോൾ ഒരു സംഘം, വലിയ സംഘം മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതൊന്നും പോരാ, എനിക്ക് വേറെ തെളിവ് വേണമെന്നൊരാള് പറഞ്ഞാൽ അയാൾ റസൂലുള്ളാഹിന്റെ ബഹുമാനം അറിയാത്തയാളാണ്, ഷഅർ മുബാറക്കിന്റെ ബഹുമാനം അറിയാത്ത ആളാണ്. എന്തിനെത്ര തെളിവ് വേണം? ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ റിഹ്ലയുണ്ട്, യാത്രാ ഡയറി. ആ ഡയറിയിൽ കാണാം, അദ്ദേഹം സഞ്ചരിച്ച 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. മഹാനവറുകൾ സഞ്ചരിച്ച പല സ്ഥലങ്ങളിലും റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക്കോ അവിടുത്തെ തിരുശേഷിപ്പുകളോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുസ്ഹഫോ പോലെയുള്ള വസ്തുക്കളുണ്ട്. അവിടെയെല്ലാം കാണാം ജനങ്ങളിൽ നിന്ന് പരമ്പരയായി കേട്ടുവന്നതാണ് ഇത് റസൂലുള്ളാഹിന്റെതാണെന്ന്. അല്ലാതെ അവിടെയെല്ലാം ഒരു ബുക്ക് വെച്ചിട്ട് അതിന്റെ പരമ്പര എഴുതി സൂക്ഷിച്ചു എന്നല്ല. ഇത് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികളിൽ നിന്ന് ശേഷക്കാർ അങ്ങനെ കേട്ടുവന്ന മാനദണ്ഡത്തിൽ റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക് എന്ന ആദരണീയമായ കേശവും തിരുശേഷിപ്പുകളും പല നാടുകളിലും സൂക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷഅർ മുബാറക്കിനെ ആദരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒരാളുടെ നിവേദനത്തെ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതെല്ലാം മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാസപ്പിറവി കാണുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒരാൾ മാസപ്പിറവി കണ്ടാൽ അയാളിൽ നിന്ന് വാക്ക് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ് നിവേദനം ചെയ്യുന്നു. ഒരൊറ്റ പെണ്ണല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിവായത്ത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഷഹാദത്തിന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം പോരാ. ഇതല്ലേ മഹാന്മാരായ മുഹദ്ദിസുകൾ പഠിപ്പിക്കുന്നത്? ഒരു കാര്യത്തിന്റെ സാക്ഷിത്വത്തിന്റെ മാനദണ്ഡം എന്ത്? ഒരു ഹദീസ് നിവേദനം ചെയ്യുന്നതിന്റെ യോഗ്യത എന്ത്? ഒരു തിരുശേഷിപ്പ് പ്രമാണമായി എടുക്കുന്നതിന്റെ മാനദണ്ഡം എന്ത്? ഇതെല്ലാം വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളാണ്. മുലകുടി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ മാനദണ്ഡം എന്ത്? കർമ്മശാസ്ത്രജ്ഞന്മാർക്ക് അതിന് വ്യക്തമായ വീക്ഷണമുണ്ട്. ഇതുപോലെ ഓരോന്നിനും മാനദണ്ഡങ്ങൾ ഉള്ളപ്പോൾ റസൂലുള്ളാഹിന്റേതാണെന്ന് പറയപ്പെട്ട ഒരു തിരുശേഷിപ്പ് എവിടെങ്കിലും ഉണ്ടായാൽ അത് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? വിശ്വാസയോഗ്യരായ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള അറിവാണ്.
ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ അവര് കൈകാര്യം ചെയ്ത തിരുശേഷിപ്പുകളാണ് കേരളത്തിലുള്ളത്. അത് വിശ്വാസികൾക്ക് സ്വീകരിക്കാവുന്നതാണ്, ബറക്കത്തെടുക്കാവുന്നതാണ്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് പ്രകാശിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ വിഷയങ്ങൾ ഓരോന്നിനെയും അതിന്റെ ഇഴകീറി മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷഅർ മുബാറക്, അതിനെ ഒരാളങ്ങ് മോശം പറഞ്ഞാലോ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളാണ്. മൻ ആദാ ശഅറതൻ മിൻ ശഅരി, ആരെങ്കിലും എന്റെ ഒരു കേശത്തെ, തിരുകേശത്തെ പ്രയാസപ്പെടുത്തിയാൽ ഫഖദ് കഫറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കേശത്തെ മോശപ്പെടുത്തിക്കൂടാ, വേദനിപ്പിച്ചുകൂടാ. അതേ പ്രയോഗം തന്നെയാണ് ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ഒരാൾ വേദനിപ്പിച്ചാൽ അപ്പോ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീനാ, അവന് നിന്ദ്യമായ ശിക്ഷയുണ്ട് കേട്ടോ. ഈ ആയത്ത് കഴിഞ്ഞ ഉടനെ അല്ലാഹു പറയുന്ന ആയത്ത് എന്താണെന്നറിയോ? വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ ആളുകളെ ഒരാൾ പ്രയാസപ്പെടുത്തുന്നവർ, വല്ലദീന യുദൂന വേദനിപ്പിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ, അൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വിശ്വാസിനികളെ വേദനിപ്പിക്കുന്നവർ, ബിഗൈരി മക്തസബൂ അവർ ചെയ്യാത്ത കാര്യത്തിന്റെ മേൽ വേദനിപ്പിക്കുന്നവർ, റസൂലുള്ളാഹിന്റേതാണെന്ന് മുഅ്മിനീങ്ങളായ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരായ വ്യക്തികൾ തന്ന ഒരു ഷഅർ മുബാറക്കാണ് മുഅ്മിനീങ്ങളായ കേരളത്തിലെ ജനങ്ങൾ ആദരിച്ചത്. അപ്പോഴാണ് അവർ കുറ്റം ചെയ്തില്ല. അവർ ചെയ്ത കുറ്റം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളുമായ ആളുകൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിൽ വാപ്പപ്പാപ്പമാരുടെ കാലം മുതൽ ഇരിക്കുന്ന റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് മൂമിനായ ഒരു മനുഷ്യൻ, പണ്ഡിതനായ ഒരു മനുഷ്യൻ, കുറെ മനുഷ്യന്മാര് പറഞ്ഞു. അത് കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് അതിനെ ആദരിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങി. അതാണ് കേരളത്തിലെ പണ്ഡിതന്മാര് ചെയ്ത പ്രശ്നം. എന്നിട്ട് അവരുടെ മേൽ ആരോപിച്ചു, എവിടുന്നോ മുടി കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റേതാണെന്ന് വാദിച്ചു. അപ്പൊ അവര് ചെയ്യാത്ത കുറ്റം പറയലല്ലേ? ഇത് റസൂലുള്ളാഹിന്റേതല്ലെന്ന് പറഞ്ഞു. അവരതിൽ നിരപരാധികളല്ലേ? മറ്റെന്തൊക്കെയോ പ്രയോഗങ്ങൾ നടത്തി. അങ്ങനെ മുഅ്മിനീങ്ങൾ ചെയ്യാത്തതിനെ പറഞ്ഞാൽ വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ, അവര് ആക്ഷേപം ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞവരും വൻ പാപത്തിലേക്ക് പെട്ടുപോയവരുമാണ്, വ്യക്തമായ പാപത്തിൽ പെട്ടുപോയവരാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വഹാ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. സ്നേഹിച്ച് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണണം, അതിലായി ഭരിക്കണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലണം. എന്റെ മുഅ്മിനീങ്ങൾ എല്ലാവരും 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കണം മോനെ. റസൂലുള്ളാഹിനെ സ്നേഹിക്കാനും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിക്കാനുമാണ് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ. SSF പറയുന്നത് കുട്ടികളെ രാഷ്ട്രീയം പഠിപ്പിക്കുകയല്ല, റസൂലുള്ളാഹിനെ സ്നേഹിക്കാനും സ്വലാത്ത് ചൊല്ലാനും പഠിപ്പിക്കുകയാണ് SSF ചെയ്യുന്നത്, SYS ചെയ്യുന്നത്. റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കാൻ പറയലാണ്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് മദീനയിലെത്താൻ കൊതിക്കാൻ പറയലാണ്. അവിടെ
എത്തണമെന്ന് ആഗ്രഹിക്കാൻ പഠിപ്പിക്കലാണ്. അങ്ങനെ ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന കേരളത്തിലെ വലിയ സംഘടനയാണ് SSF. നമ്മുടെ മക്കൾ അതിൽ പ്രവർത്തിക്കുന്നതിൽ വാപ്പ ഉമ്മമാർക്ക് സ്നേഹം വേണം. അവർക്കുള്ള തെറ്റുകൾ വന്നുപോയാൽ തിരുത്തി കൊടുക്കണം. അവരെ നല്ല നിലയിൽ സുന്നത്ത് ജമാഅത്തിന് പ്രേരിപ്പിക്കണം. എന്റെ രക്ഷിതാക്കളെ, നിങ്ങൾ എല്ലാവിധ ഒത്താശകളും നൽകണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ സാഹിത്യോത്സവം നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ വെച്ചാണെന്ന് പോസ്റ്റർ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് മക്കൾക്ക് വേണ്ട പ്രചോദനം നൽകണം. എല്ലാത്തിലും ഉപരി പ്രിയപ്പെട്ട മോമിനീങ്ങളെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ഒറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കരുത്. കള്ളുകുടിയിലേക്ക് വിട്ടുപോകരുത്. പലിശ വാങ്ങുന്നവരായി മാറരുത്. അന്യനെ വഞ്ചിക്കുന്നവരാകരുത്. ഭാര്യമാരോട് നല്ല സമീപനം വേണം. വീട്ടിൽ മാന്യമായ പെരുമാറ്റം വേണം. മക്കളെ ദീന് പഠിപ്പിക്കാൻ വിടണം. തെറ്റായ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. തഖ്വയോടെ മുന്നോട്ട് പോകണം. മരിക്കണമെന്ന ബോധം വേണം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹത്തിൽ ദുആ ചെയ്യണം. അതിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. തഖ്വയോടെ മുന്നോട്ട് പോകണം. സുന്നത്ത് ജമാഅത്തിനെതിരായി പല കക്ഷികളും വരും. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. പണ്ട് മൗലിദും മാലയും റാത്തീബും ഒക്കെ ചൊല്ലി എത്ര മുഅ്മിനീങ്ങളാണ് നമ്മുടെ കയ്യിൽ കിടന്ന് കലിമ ചൊല്ലി മരിച്ചത്. എത്ര ഉമ്മാമമാരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചത്. മാലയും മൗലിദും ഒക്കെ ശിർക്കാണെങ്കിൽ നമ്മുടെ ഉമ്മാമമാരെങ്ങനെ മരിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമോ? ഇതാ കായംകുളത്ത് 17 കൊല്ലം ദർസ് നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട ശറഫുദ്ദീൻ ഉസ്താദ് മൗലിദോദി റാത്തീബോദി ദീനിയ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആചാരങ്ങളും ചെയ്ത് ജീവിച്ച ആളാണ്. തലേന്ന് തന്നെ പറഞ്ഞു ഞാൻ നാളെ മരിക്കുമെന്ന്. എന്നിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിച്ചുപോയി. സുന്നത്ത് ജമാഅത്ത് ഹക്കാണെന്നതിന് സാധാരണക്കാർക്കൊരു തെളിവല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഉപ്പാപ്പമാര് മരിച്ചിട്ടില്ലേ? ഉമ്മാമ്മമാര് മരിച്ചിട്ടില്ലേ? അവരൊക്കെ കലിമ ചൊല്ലി മരിച്ചില്ലേ? അവര് മൗലിദോദിയവരല്ലേ? അവര് മാല ചൊല്ലിയവരല്ലേ? അവര് റാത്തീബ് ചൊല്ലിയവരല്ലേ? അപ്പോൾ അതൊക്കെ ആക്ഷേപിക്കുന്നവർ മതമറിയാത്തവരാണ്, തൗഹീദ് അറിയാത്തവരാണ്. പെട്ടുപോകാതെ ജീവിക്കണം. എല്ലാത്തിലും ഉപരി ഒരു തവണയെങ്കിലും എനിക്കെന്റെ കരളിന്റെ കാതലായ റസൂലുള്ളാഹിനെ കാണണം. പോരാ, ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കണ്ട് അവസാനം ആ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, അതാ ഇമാമീങ്ങള് മുഴുവനും ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹുവിനെ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടിയാണ്. ആ മുഹമ്മദുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കാൻ നേരം അതാ വഫാത്തിന്റെ കുറച്ച് മുമ്പ് കരയുകയാണ്, പിന്നെ ചിരിക്കുകയാണ്. മകൻ ചോദിച്ചു, എന്താ ഉപ്പാ ഇപ്പൊ ചിരിക്കുന്നത്? മോനെ, ലൗ റഅയ്ത മാ റഅയ്തു ലഖറത് ഐനാക യാ ബുനയ്യ. ഞാനിപ്പൊ കാണുന്നത് മോൻ കണ്ടാൽ കണ്ണിനെന്ത് കുളിർമയാകും. എന്ത് രസമുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആഖിബത്ത് നന്നായി മരിച്ച മഹാന്മാരെങ്ങനെയാണ്? മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന് എന്റെ ഒരു ചെറിയ പ്രസംഗമുണ്ട്. ഒരു പക്ഷേ നഗരിയിൽ അതിന്റെ CD ഉണ്ടാകാം. അതാ മഹാന്മാരുടെ കിതാബ് ഉദ്ധരിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്, 100 കണക്കിന് ഇമാമീങ്ങൾ അവരുടെ അവസാനം എങ്ങനെയായിരുന്നു. അവരെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്, വലിയ വലിയ ഇമാമീങ്ങളാണ്. മഹാന്മാരുടെ രാത്രികൾ എങ്ങനെയായിരുന്നു എന്ന് മറ്റൊരു പ്രസംഗമുണ്ട്. അതിൽ അവരവരുടെ രാത്രി ചെലവഴിച്ചത് എങ്ങനെ എന്നതിൽ വിശദീകരിച്ചിട്ടുണ്ട്. വേണ്ട, നീട്ടിപ്പറയാനുള്ള നേരമില്ലല്ലോ. മുഅ്മിനീങ്ങളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അങ്ങനെ കിടക്കുമ്പോ ഓരോ രാത്രിയാകുമ്പോ വരും അള്ളാന്റെ ഹബീബ് വന്ന് നമ്മളെ വിളിക്കും. റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ പറ്റും. ശാദുലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർഫത ഐനിൻ ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു ദിവസം എനിക്ക് റസൂലുള്ളാഹിനെ കാണാതെ പോയാൽ, ഒരു നിമിഷം എനിക്ക് റസൂലുള്ളാഹിനോട് ആത്മീയ ബന്ധം മുറിഞ്ഞാൽ ഞാൻ മുസ്ലിമാണെന്ന് പറയൂല. അത്രയും വലിയ ബന്ധമാണ്. അപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ പാതിരാത്രിയാകുമ്പോ വരും സാഹിബുൽ തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ.
والزمزم والسلسبيل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ നമുക്കൊന്ന് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പെങ്ങന്മാരെ സ്വലാത്ത് ചൊല്ലണം. ഞാൻ എല്ലാ വേദിയിലും ഇത് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ട ഒരുപാട് ഉമ്മമാരെന്നോട് വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാര് വിളിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ തെളിവായി ഉദ്ധരിക്കുന്നതിൽ പരിമിതിയുള്ളതുകൊണ്ട് അവർ കണ്ടതിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണെങ്കിലും ഒരുപാട് മുഅ്മിനീങ്ങൾ വിളിച്ച് സന്തോഷം പറയുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത്? അവരെല്ലാം ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരാണ്, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവരാണ്. അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ചൊല്ലണം. അള്ളാന്റെ റസൂലിനെ കാണാനൊന്ന് കഴിയണം. ചെറുപ്പക്കാരാ, ഹറാമ ഭക്ഷണം തിന്നാൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. ഹറാമായ സിനിമകൾ കണ്ടാൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല. നിർമ്മലമായൊരു ജീവിതം നയിച്ചിട്ട് രാത്രിയാകുമ്പോ എല്ലാവരും ഉറങ്ങുമ്പോ നമ്മളും ഉറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കിടന്ന മുത്തഖിയായ മനുഷ്യന്റെ അടുക്കലേക്ക് റസൂലുള്ള വരും. മോനെ, റസൂലുള്ളാഹിനെ കാണാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. മൻ റആനി ഫഖദ് റആനി. എന്നെ കണ്ടവർ ഞാൻ തന്നെയാ, എന്നെ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ലാ യതമസ്സലു ശൈത്വാനു ബി. പിശാചന്റെ രൂപം പൂണ്ടുവരുന്നതല്ല. അപ്പൊ അത്രയും നല്ല കാഴ്ച നമുക്ക് കിട്ടണം. എത്ര ഇമാമിങ്ങളാണ്. ശാഫി ഇമാമ് കണ്ടിട്ടുണ്ട്, വായിൽ റസൂലുള്ള തുപ്പുനീര് കൊടുത്തിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാമ് തങ്ങൾ കണ്ടിട്ടുണ്ട്. ശാഫി ഇമാമ് തങ്ങൾ കണ്ടപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. തബഖാത്തിലുണ്ട്. മനാഖിബുൽ ഇമാം ശാഫിഈ ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കണ്ടിട്ടുണ്ട്. അതാ ഇബ്നുൽ ജൗസി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ താരീഖിൽ എഴുതുന്നുണ്ട്. അതുപോലെ ഏത് ഇമാമാണ് കാണാത്തത്? ഇമാം ബുഖാരി കണ്ടിട്ടുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം നൈസാബൂരി കണ്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ നസായി കണ്ടിട്ടുണ്ട്. അബൂ ഈസ തിർമിദി കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ഇമാമിങ്ങളും റസൂലുള്ളാഹിനെ കണ്ടവരാണ്. എത്രയോ മുത്തഖീങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട സംഭവം അതാ ജാമിഉ കറാമാത്തിൽ ഇമാം നബ്ഹാനി 2-ാം വാള്യത്തിൽ ഏകദേശം ഒരു 100ഓളം ആളുകളെ അതിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹിനെ കണ്ടവരാണ് അവരെല്ലാം. എനിക്കുമൊന്ന് കാണണ്ടേ, നിങ്ങൾക്കുമൊന്ന് കാണണ്ടേ? ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കണ്ട മുഖമൊന്ന് പരിചയപ്പെടണ്ടേ? ഉമ്മമാരെ, റസൂലുള്ളാഹിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ടിട്ടൊന്ന് മരിച്ചാൽ എന്ത് രസമായിരിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ റുഅ്യത്ത് ഒരുപാട് തവണ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു, അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു. ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? അതാ സുലൈമാനുൽ ജസൂലി തങ്ങൾ നടന്നു പോകുമ്പോൾ അതാ wudu എടുക്കാൻ വെള്ളമില്ല. ഒരു കിണർ കാണുന്നുണ്ട്, വെള്ളം കോരാൻ ബക്കറ്റില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ഉസ്താദേ, കിണറ്റിൽ വെള്ളമുണ്ട്, ബക്കറ്റില്ല, കോരാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി ഒന്ന് തുപ്പി. അപ്പോഴേക്ക് വെള്ളം ഉയർന്നു വന്നു, ഹൗദ് പോലെയായി കിണർ. അതിൽ നിന്ന് wudu എടുത്തു സുലൈമാൻ ജസൂലി തങ്ങൾ. ചോദിച്ചു, മോളെ, നിനക്ക് നീ എന്താണ് ഈ വെള്ളത്തിൽ തുപ്പിയ സമയത്ത് ഓതിയത്? നിങ്ങൾക്കറിയില്ല അല്ലേ? അത് റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്താണ്. അപ്പോഴാണ് സുലൈമാനുൽ ജസൂലി തങ്ങൾ അതാ ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബ് എഴുതാൻ നിയത്താക്കിയത്. ആ കിതാബ് എഴുതിയിട്ട് 40 കൊല്ലത്തോളം മസ്ജിദുൻ നബവിയിൽ ഇരുന്നെന്ന് കാണാൻ ചില ചരിത്രങ്ങളിൽ. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെല്ലിയപ്പോ ചില സ്ഥലങ്ങളിൽ ആദ്യം എഴുതിയ പദമല്ല പിന്നെ പറഞ്ഞത്, അതിന്റെ പര്യായ പദങ്ങൾ പ്രയോഗിച്ചു. അതുകൊണ്ട് തന്നെ ദലായിലുൽ ഖൈറാത്തിന് വ്യത്യസ്ത പതിപ്പുകൾ കാണാം. മുതഅല്ലിമീങ്ങളെ, 7ഓ 8ഓ വ്യത്യസ്ത പതിപ്പുകൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതിൽ 4 ദിവസം കൊണ്ട് ദലായിലുൽ ഖൈറാത്ത് ഓതി തീർക്കുന്നവരുണ്ട്, 7 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നവരുണ്ട്, 1 ദിവസം കൊണ്ട് മുഴുവനും ഓതിയിരുന്നവരുണ്ട്.
വ്യത്യസ്ത തരീഖുകൾ ആ വിഷയത്തിൽ കാണാം. ഏതായാലും ആ സുലൈമാൻ ജസൂലി തങ്ങൾ മരണപ്പെട്ടു പോയി. പിൽക്കാലത്ത് പള്ളി വികസനത്തിന്റെ സമയത്ത് ഖബർ തുറക്കേണ്ടി വന്നു. ആ സമയത്തതാ ഒരു കേടും വരാതെ, നല്ല ആ കഫൻ പുടവയ്ക്ക് പോലും കേടുവരാതെ സുലൈമാനുൽ ജസൂലി കിടക്കുകയാണ്. 30 കൊല്ലം കഴിഞ്ഞ് ഖബർ തുറക്കുമ്പോൾ ഒരു കേടും വന്നിട്ടില്ല. ചില മഹാന്മാര് പറയുന്നു, നല്ല വെളുത്ത മനുഷ്യനാണ്, മുഖത്ത് തടകിയാൽ രക്തം നീങ്ങുന്ന അടയാളം ആ ജനാസയിൽ നോക്കിയിട്ട് അമർത്തി നോക്കിയപ്പോ രക്തം നീങ്ങുന്നത് കാണാൻ കഴിഞ്ഞു. പച്ച ശരീരം പോലെ കിടക്കുന്നു സുലൈമാൻ ജസൂലി തങ്ങൾ. മുടിവെട്ടിയിരുന്ന അതാ അടയാളവും കാണുന്നുണ്ട്. ആ നിലക്ക് മഹാനവർകളുടെ ജനാസ എടുത്തിട്ട് മറാക്കിഷ് എന്ന പ്രദേശത്തേക്ക് മാറ്റി ഖബറടക്കി എന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദലായിലിന്റെ മുഖദ്ദിമയിലുണ്ട്, ദലായിലിന്റെ വ്യാഖ്യാനങ്ങളിലുണ്ട്, പല കിതാബുകളിലും ഈ വിഷയം ഉണ്ട് കേട്ടോ. അതിന് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖർഫൂത്തി റഹിമഹുല്ലാഹ് ഉണ്ട്. അതിന് വ്യാഖ്യാനം എഴുതിയ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. അവരെല്ലാം ഈ വിഷയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വലാത്തു ചൊല്ലിയിട്ട് ചൊല്ലി റസൂലുള്ളാഹിനോട് ചേരുന്ന ആളുകൾക്ക് വലിയ പദവിയാണ്. ചെറുപ്പക്കാരാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണ്ടേ, മരിച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഖബറിൽ കിടക്കണ്ടേ. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾ ഇവിടെ വന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനും അവിടുത്തോട് അപമര്യാദയായി വാക്കോ പ്രവൃത്തിയോ വരരുതെന്ന് നഫ്സിനോടും ജനങ്ങളോടും ഉപദേശിക്കാനുമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ നീ തഖ്വയുള്ളവരാക്കണേ റഹ്മാനേ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിൽ എത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ മുഖം കണ്ട് മരിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ബന്ധുക്കളിൽ നിന്ന് സ്നേഹജനങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഓൺലൈനിലൂടെ ഇന്റർനെറ്റിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ ആമീൻ പറയുന്നവരുണ്ട്. സൗദിയിലും ഖത്തറിലും UAE-യിലും മസ്കറ്റിലും അതുപോലെ തന്നെ കുവൈത്തിലും അതുപോലെ എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസ് കേൾക്കുന്നവരുണ്ട്, ആമീൻ പറയുന്നവരുണ്ട്. സ്ഥിരമായി ഞങ്ങളുടെ സദസ്സുകൾ പങ്കാളികളാകുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അങ്ങനെ കേൾപ്പിക്കാൻ വേദി ഒരുക്കിയ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം, അതിന്റെ പ്രവർത്തകർ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിനക്ക് പൊരുത്തപ്പെട്ടവരുടെ അഹ്ലുകാരിൽ പെടുത്തണേ റഹ്മാനേ. അർഹമുർറാഹിമായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫയാക്കണേ റബ്ബേ. ഹാർട്ടിന്, കിഡ്നിക്ക്, ഡിസ്കിന്, അസ്ഥിക്ക് ഒക്കെ രോഗങ്ങൾ ഉള്ളവരുണ്ട്. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ റബ്ബേ. മരിച്ചുപോയവരുടെയൊക്കെ ഖബറുകൾ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. അദീമായ റബ്ബേ, ഞങ്ങളുടെ ജോലികളിൽ, ജീവിതമാർഗങ്ങളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റബ്ബേ. എല്ലാത്തിലും ഉപരിയായി ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്കും മഹബ്ബത്തും ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു തരണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താൻ, ഒരുപാട് തവണ മനാമിൽ കാണാൻ, അവസാനം അവിടുത്തെ പുഞ്ചിരി തൂകുന്ന പൂമുഖമൊന്ന് കണ്ട് മരിക്കാൻ അവസരം നൽകണേ റബ്ബേ. സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾ നിരന്തരം യാത്രികരാണ്, അപകടങ്ങൾ പ്രയാസങ്ങളെ തൊട്ട് മുഴുവൻ കാക്കണേ റബ്ബേ. നിന്റെ ഹിഫ്ളിലാക്കണേ റബ്ബേ.
അല്ലാ ഞങ്ങളുടെ മജ്‌ലിസുകൾ ഇജാബത്തുള്ളതാക്കണേ റബ്ബേ. ഞങ്ങളുടെ വഅദിന്റെ മജ്‌ലിസുകളുടെ കാരണമായി ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്നവർക്കും നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കണേ റബ്ബേ. അല്ലാ ഞങ്ങൾക്ക് ലോകത്തുള്ള താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ച് മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിച്ച് തെറ്റു ചെയ്യുന്നവർ തൗബ ചെയ്ത് നന്നായി സ്വാലിഹീങ്ങളായ ആളുകൾ വളർന്നു വന്ന് ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായി മാറാനും പറ്റുന്ന വഅദിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ റബ്ബേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ നഷ്ടമാണല്ലോ റബ്ബേ. അല്ലാ ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന മജ്‌ലിസാക്കണേ റബ്ബേ. തഖ്വയുള്ള മജ്‌ലിസാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും നിന്റെ ദീന് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ കഴിവും നീ തന്നെ തരണേ റബ്ബേ. ഞങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ ദീന് വളർത്താനും നിലനിർത്താനും നിനക്ക് അധികാരമുണ്ട്. നീ അതിന് കഴിവുള്ളവനാണ്. ഞങ്ങൾക്ക് അവസരം നൽകിയിട്ട് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ പേനകളും എല്ലാം ബറക്കത്തുള്ളതാക്കണേ റബ്ബേ. അല്ലാഹ് നാഫിയായ ഇൽമു നൽകണേ റബ്ബേ. മരണം വരെ ഇൽമിന്റെ ഖിദ്മത്തിന് വാഫിറായ ഹല്ല് നൽകണേ റബ്ബേ. ഒരുപാട് ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റബ്ബേ. അവരുടെ ജോലി ഏത് മേഖലയിലാണെങ്കിലും അല്ലാഹുവേ അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരുണ്ട്, അവർക്ക് നീ നല്ല പുരോഗതി നൽകണേ റബ്ബേ. മറ്റു ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാം ഉള്ളവരുണ്ട്. നിന്റെ ഹിഫ്ദിലും അമാനിലും ആക്കണേ റബ്ബേ. ഉമ്മപെങ്ങന്മാരാമീൻ പറയുന്നുണ്ട്, ബറക്കത്ത് ചെയ്യണേ റബ്ബേ. നല്ല ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين بأنواع رحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.